ജനാധിപത്യ ബോധമുള്ള ഒരു ഭരണാധികാരിയോടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന സത്യഗ്രഹയാവട്ടെ അല്ലെങ്കിൽ നിരാഹാരം പോലുള്ള ഫാസ്റ്റ് അൺടിൽ ഡെത്ത് എന്ന് പറയുന്ന സമരരീതി ചെയ്യുന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പട്ടിണി കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ലടേ എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ മുമ്പിൽ നമ്മൾ നിരാഹാരം കിടന്നിട്ടൊരു കാര്യമില്ല. ഞാൻ ആ കാര്യത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി നിരാഹാരം കിടക്കാതിൽ എനിക്ക് അവരോട് ഒരു എതിർപ്പുമില്ല. കാരണം സോനം വാങ്ങിച്ചു ഇപ്പോൾ 16 ദിവസം പട്ടിണി നടന്നു. അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിന് ഒരു ചുക്കുമില്ല. ഞങ്ങൾ പറഞ്ഞ അയാളുടെ സമരം കിടക്കാനെന്ന് ചോദിക്കും. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ കൊണ്ടുവന്ന് റീത്തും വെച്ചേക്കും. അതല്ലാതെ അവരുന്നയിക്കുന്ന ആവശ്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് അവർ പട്ടിണി കിടക്കുന്നതെന്ന് ജനാധിപത്യ ബോധത്തോടെ, സഹാനുഭൂതിയൊന്നും വേണ്ട, ആ ജനാധിപത്യ ബോധത്തോടെ ആ സമരത്തെ കാണുന്നവരല്ലേ സർക്കാർ. അവരുടെ മുമ്പിൽ സോനം വാങ്ങിച്ചുക്ക് 16 ദിവസം നല്ല 50 ദിവസം നിരാഹാരം കിടന്നാലും ഈ സർക്കാർ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. കുറേ കഴിയുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് അവിടെ നീക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു സമരരീതി തിരഞ്ഞെടുക്കുമ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്, ഈ സമരത്തെ ജനാധിപത്യ ബോധത്തോടെ നോക്കുന്ന ഒരു ഭരണകൂടമാണോ ഉള്ളത്, എന്നിട്ടേ ആ സമരത്തിൽ ഇറങ്ങാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സോനം വാങ്ങിച്ചുക്ക് ആ നിരാഹാര സമരം കടന്നുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറേ കഴിയുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നം ഉദിക്കുന്നേയില്ല. കാരണം മോദിയുടെ ഭരണകാലത്ത് ഒരിക്കലും ഒരൊറ്റ കേന്ദ്രമന്ത്രി വേറെ ആളും രാജിവെച്ചിട്ടില്ല. രാജിവെച്ച കേന്ദ്രമന്ത്രിയാരാണ്? എം.ജെ. അക്ബറാണ്. അതും മറ്റേ മീ ടു അലിഗേഷൻ ഉയർന്നതിനെ തുടർന്നാണ്. അതല്ലാതെ ഉയർന്നിട്ടുള്ള ഒരു കാര്യത്തിലും എത്രയോ അലിഗേഷൻസ് മന്ത്രിമാർക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ സുരേഷ് പ്രഭു എന്ന് പറയുന്ന ഒരു മന്ത്രി ഞാൻ രാജിവെക്കാം എന്ന് പറഞ്ഞിട്ട് രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. അത് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെ ആ പേര് നമ്മൾ കേട്ടിട്ടില്ല. BJPയുടെ ഏതെങ്കിലും റാങ്ക് ആൻഡ് ഫയലിൽ ആ പേരെ കേട്ടിട്ടില്ല. അങ്ങനെ രാജ്യസന്നദ്ധ അറിയിക്കുന്നത് പോലും തെറ്റായിട്ടുള്ള ഒരു പാർട്ടിയിലും ഒരു സർക്കാരിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരം സമരങ്ങളോടൊക്കെ ആ സമരം സർക്കാർ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അത് വെറുതെയാണ്, അത് നടക്കുന്ന കാര്യമല്ല. ഈ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ രാജി ആവശ്യപ്പെട്ടു എന്ന് മാത്രം. ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാര്യത്തിൽ അയാൾ കഴിവുകെട്ടവനാണെന്ന് ഇപ്പോൾ മോദിക്ക് തിരിച്ചറിഞ്ഞാൽ പോലും ചിലപ്പോൾ പിന്നീട് എപ്പോഴും റീഷഫ്ലിംഗ് മാറ്റിയേക്കാം. ഈ രാജി ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതൊന്നും മാത്രം അയാളെ മാറ്റാതിരിക്കും. ചിലപ്പോൾ അയാളുടെ വീഴ്ചയുണ്ടെങ്കിൽ പോലും, അയാൾ കഴിവുകെട്ടവനാണെങ്കിൽ പോലും ചിലപ്പോൾ മോദി അയാളെ മാറ്റാതിരിക്കും. അമ്മാതിരി ഈഗോ ഉള്ളൊരു ഭരണകൂടമാണിത്. അവരുടെ മുമ്പിൽ ഒരു തരത്തിലുള്ള ഈ ഹങ്കർ സ്ട്രൈക്ക് അതുപോലെ സത്യഗ്രഹം പോലെ സമരങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. സമരം എങ്ങനെയാണെന്നുള്ള അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതിനെ ജനാധിപത്യപരമായി കാണുന്ന ഒരു ഭരണകൂടത്തിന് മുമ്പിലെ സമരങ്ങൾക്ക് പ്രസക്തിയുള്ളൂ.